ഈ സാഫ്രൻ നിറം ഇന്ത്യയിലെ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് അടക്കമുള്ള ധാർമ്മിക് റിലീജിയൻസ് എന്ന് പറയുന്നത് എല്ലാവരും കാവ്യ യൂസ് ചെയ്യുന്നതാണ്. ബുദ്ധനും അടക്കമുള്ള ഇത് ഹിന്ദുക്കളെയാണ്. ഈ വെള്ള ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും ജൂതന്മാരെയും ഓക്കെ, ഈ പച്ച ഇന്ത്യയിലെ മുസ്ലിങ്ങളെ. ഇതാണ് നമ്മുടെ കൊടിയുടെ അർത്ഥം. തരത്തിലും സ്ത്രീകളുടെ മുന്നോക്കമോ പുരോഗമനമോ ഒന്നുമില്ല. മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടി ഉണ്ടാക്കണം. ആ വടിയുടെ പേരാണ് യൂണിഫോം സിവിൽ കോഡ്. ആ വടിയുടെ മറയാണ്, ആ വടിക്ക് മേളിൽ കെട്ടുന്ന ഗ്ലിറ്റർ ആണ് ശബരിമല കേസ്. 3-4 കുട്ടികൾ അവിടെ സ്ഥിരം നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു സ്റ്റോർ റൂമിനടുത്തായിരുന്നു ഈ നിസ്കാരം. റെസ്റ്റ് റൂമിനടുത്തുള്ള സ്റ്റോർ റൂമിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് ഇവിടെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് പ്രതിഷേധം ഉണ്ടായത്, അല്ലാതെ പുതിയ റൂം വേണമെന്ന് പറഞ്ഞിട്ടല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പലരും പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ആചാര്യന്മാര് അന്നും ആൾക്കാരെ, പിന്നോക്ക സമുദായക്കാരെ കേറ്റാതിരിക്കാൻ പല പല കാര്യങ്ങളും എന്തുകൊണ്ട് ശബരിമലയിലേക്ക് ഈ പറയുന്ന സംഭവം ചെയ്തുകൂടാ? ഒന്ന് പൊളിച്ചെഴുതി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധമില്ലാത്ത വേറെ സാധനം പൊളിച്ചെഴുതുന്നതിനാ തെറ്റായ കാര്യം മാറ്റിയാ പോരെ? താങ്കൾ പറഞ്ഞല്ലോ നമ്മൾ സമത്വത്തിൽ കഴിയും, നമ്മൾ ഒന്നാണെന്ന് ചിന്തിക്കുന്ന നമ്മൾ ഒന്നല്ല, നമ്മൾ ഒരുമിച്ചാണ്. ഇതൊരു വലിയ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ശാരിക പറഞ്ഞതാണ്. ഈ ജാതി, മതം, രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം ഒരു മനുഷ്യനായിട്ട് നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമുണ്ട്. അതുകൊണ്ട് പ്രകൃതി ദുരങ്ങൾ, ആക്സിഡൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പക്ഷേ ചെയ്യാൻ കഴിയുന്ന കാര്യം ബെറ്റർ ടേക്ക് കെയർ ഓഫ് നേച്ചർ ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതിന് കുറച്ചുകൂടെ ഫോക്കസ് നമ്മൾ കൊടുക്കണം. ഗുരുവായൂരിൽ എല്ലാ വിശ്വാസികളായ ക്രിസ്ത്യാനിയെ, മുസ്ലിമിനെ എല്ലാം കേട്ടണം, യേശുദാസിനെ കേട്ടണം. എന്റെ വിശ്വാസം ഗുരുവായൂരിലെ എല്ലാ വിശ്വാസികളെയും കേട്ടണം. അതിന് വേണ്ടി പ്രവർത്തിച്ചുള്ളവരാണ്. എന്തായാലും ബ്രാഹ്മണനായ രാഹുൽ ഈശ്വറിനേക്കാൾ ഗുരുവായൂരപ്പൻ ഇഷ്ടം ക്രിസ്ത്യാനിയായ യേശുദാസിനെയാണെന്ന് കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഗുരുജി ഗോൾവൽക്കർ പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. നമുക്ക് വേണ്ടത് യൂണിഫോർമിറ്റി അല്ല, യൂണിറ്റിയാണ്. നമുക്ക് വേണ്ടത് ഏകത അല്ല, ഐക്യമാണ്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ളതാണ് സത്യം. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണൽ സ്ഫിയർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണ്. ഈ ചാനലും ടിവിയും നാട്ടുകാരും പോവും, മറ്റവരെ കൂടെ നിൽക്കൂ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റ് പവർഡ് ബൈ ഹാർവിയോറ. ഇന്ന് ഹോട്ട് സീറ്റിൽ നമ്മളോടൊപ്പം ശ്രീ രാഹുൽ ഈശ്വർ. വെൽക്കം സർ. താങ്ക് യു ശാരിക. താങ്ക് യു. രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ ഒരു ഡിബേറ്റ്, ഒരു വാഗ്വാദി എന്നാണ് പൊതുവെ കേൾക്കുന്നത്. എന്താണ് താങ്കൾ ഇങ്ങനെ ആയിരുന്നോ ചെറുപ്പം തൊട്ടേ? അല്ല, എന്റെ തമാശ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ പറയും, ഞാൻ വീട്ടിൽ ഒരിക്കലും തർക്കിക്കാത്ത വ്യക്തിയാണ്. പേഴ്സണൽ ലൈഫിലോ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരിക്കലും തർക്കിക്കാത്ത, എപ്പോഴും ഒരു കൺസെൻസസ് മേക്കറാണ് ഞാൻ. പക്ഷേ ഈ ചാനൽ, അപ്പൊ എന്റെ അമ്മ തമാശയ്ക്ക് എന്നോട് ചോദിക്കും, നിനക്ക് എങ്ങനെ ഈ ചാനൽ ചർച്ചയിൽ പോയി ഇത്രയും ബഹളം വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അറിയില്ല, അതൊരു കാലത്തിലൂടെ ജീവിതത്തിലൂടെ വന്നു ചേർന്നൊരു കാര്യമാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഞാൻ അങ്ങനെ തർക്കിക്കാറേയില്ല. എൻ്റെ ഓഫീസിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ 99% ഒരു കൺസെൻസസ് മേക്കറാണ്. പക്ഷെ ചാനൽ ചർച്ചയിൽ വരുമ്പോൾ ഞാൻ തന്നെ വേറൊരാളായി മാറുന്നുണ്ട്. അതെ അതെ. അപ്പോൾ താങ്കൾ ജെനുവിൻ ആയിട്ടുള്ള ഒരാളല്ല എന്നാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യമേ, ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ ആ റോളിലേക്ക് അഡാപ്റ്റ് ചെയ്യായിരിക്കും. ചിലപ്പോൾ എന്താ പറയുക, അവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് കേൾക്കുമ്പോൾ ഉള്ള ദേഷ്യമായിരിക്കും. പേഴ്സണലി അപ്പൊ നമുക്ക് ഇവരെ വ്യക്തിപരമായി അറിയില്ലോ. എനിക്ക് തോന്നുന്നു എനിക്ക് വ്യക്തിപരമായി അറിയുന്നവരോട് കൂടുതൽ ഒരു കൺസെൻസസ് മേക്കറും അല്ലാത്തവരോട് കോൺഫ്രണ്ടേഷനും ആയിരിക്കണം ഒരു പക്ഷേ. അതെ. അപ്പോൾ താങ്കൾക്ക് ഇത് ബേസ് ഈ വാഗ്വാദം എന്ന് പറയുന്നത് ഒരു, ഞാൻ താങ്കളുടെ കുറേയധികം ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ടേ, അതായത് കുറേ വർഷങ്ങളായല്ലോ താങ്കൾ ഇപ്പോൾ ഈ ഫീൽഡിൽ, ഏതാണ്ട് 2700 മേളിൽ ഡിബേറ്റ്സുകൾ പങ്കെടുത്ത ഒരാളാണ് പലവിധ ടെലിവിഷൻ ചാനലുകളൊക്കെ ആയിട്ട്. അപ്പോൾ താങ്കൾ ഇതിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നതായിട്ട്, എന്ത് ഭേദിച്ചും ഞാൻ തർക്കിച്ച് ജയിക്കും എന്നൊരു നിലപാടിലൂടെയാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ല, ഉള്ളിൽ അങ്ങനെയല്ല. ഞാൻ സ്ട്രോങ് ആയി വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വളരെ സ്ട്രോങ് ആയി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ശക്തമായി നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അതിശക്തമായി പറയണമെന്നും അത് നമ്മുടെ ആ കൺവിക്ഷനും സത്യവും നമ്മളെ രക്ഷിക്കണമെന്നും പറയാം. ഞാൻ ഇവിടെ കേരളത്തിൽ ഈ എറണാകുളത്ത് ഒരു ചാനലിന്റെ ഒക്കെ പേര് പറയുന്നതിന് പ്രശ്നമില്ല. ഞാൻ നമ്മുടെ റിപ്പോർട്ടിലിരുന്ന് അഭിലാഷ് മോഹനോട് ഈ 30 സെക്കൻഡ് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ വിമർശിക്കുന്ന ഒരു രംഗമാണ്, അതിരൂക്ഷമായിട്ട്. അപ്പൊ അത് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ അവിടുത്തെ ഒരു ഹിന്ദിക്കാരിയായ വളരെ മുതിർന്ന ഇന്ദിരാ ജയസിംഗ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഫെമിനിസ്റ്റ് അഡ്വക്കേറ്റ് ആണ് മാഡം. എന്റെ ഫുള്ള് മലയാളത്തിലെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് വായിച്ചു. അപ്പോൾ അത് വലിയ പ്രശ്നമായി. അവിടെ എൻ്റെ അവിടുത്തെ അഡ്വക്കേറ്റ് പബ്ലിക്കലി പറഞ്ഞു, ഇത് എൻ്റെ നിലപാടല്ല. കാര്യം ഞാൻ ചീഫ് ജസ്റ്റിസിന്റെ പേരെടുത്ത് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ രാധ പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ അപ്പോൾ എന്നോട് പറഞ്ഞു പിൻവലിക്കണം, മാപ്പ് പറയണം. ഞാൻ പറഞ്ഞു മാപ്പ് പറയില്ല, എനിക്ക് മാപ്പ് പറയാൻ ഒരു പടിയില്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ഇതിൽ മാപ്പ് പറയില്ല, കാര്യം ഇത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആയി ഞാൻ നിൽക്കും എന്ന് പറയുകയുണ്ടായി. ഓക്കെ.
താങ്കളൊരു താങ്കളുടെ തുടക്കത്തിൽ, അതായത് ഇപ്പോൾ താങ്കൾ ഫേമസ് ആയി തുടങ്ങിയത്, താങ്കളൊരു ആങ്കർ അല്ലെങ്കിൽ ഡിബേറ്റ് എന്ന ടെലിവിഷൻ ചാനലൊക്കെ ഒരുപാട് സാറ്റലൈറ്റ് ചാനലുകളിലൂടെ, ഇപ്പോഴാണല്ലോ സോഷ്യൽ മീഡിയ ഇത്ര ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, സാറ്റലൈറ്റ് ചാനലിലൂടെ ആൾക്കാർക്ക് സുപരിചിതരായിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്ന് താങ്കളുടെ ട്രാക്ക് മാറി താങ്കളൊരു എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു എന്താ ടെറർ എന്ന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ടെറർ എന്നൊരു വ്യക്തിത്വത്തിലേക്ക് മാറിയോ എന്നൊരു സംശയം ഉണ്ടായാൽ അതൊരു തെറ്റാണോ? തെറ്റല്ല. എൻ്റെ കാര്യം എനിക്ക് ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, നിങ്ങൾ മനുഷ്യനോട് പറയാൻ സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം തോന്നിയത്, വിഷമം എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, ശബരിമല പ്രക്ഷോഭ കാലത്ത് മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഉണ്ട് തുഷാർ ഗാന്ധി. അപ്പം തുഷാർ എനിക്ക് വ്യക്തിപരമായി അറിയാം, പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി ടെററിസ്റ്റ് എന്ന് തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പുള്ളി ഒരു ട്വീറ്റും ഒക്കെ ചെയ്തു. ഞങ്ങൾ എന്നിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു, സാർ ഇങ്ങനെയല്ല, മറ്റൊരു അവസ്ഥയാണ്, ഞാൻ എന്നും ഒരു മധ്യപാതയുടെ ആളാണ്, ഞാൻ ഗാന്ധിയനാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പം പുള്ളി പക്ഷേ അത് പിൻവലിക്കാനൊന്നും തയ്യാറായില്ല. ഇപ്പം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അപ്പം മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആ ടെറർ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പക്ഷേ പിന്നീട് അദ്ദേഹം ആ ധാരണയൊക്കെ മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, താങ്കൾ ആ ശബരിമല വിഷയം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അന്ന് താങ്കൾ മുന്നോക്ക വികസനത്തിന്റെ പാതയിലായിരുന്നു, അത് ആ ഒരു ടീമിന്റെ കൂടെ നിൽക്കുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ താങ്കൾ അതോടൊപ്പം തന്നെ നമ്മുടെ അരയന്മാരോടൊപ്പം നിന്ന്, മലയരന്മാരോടൊപ്പം നിന്ന് നമ്മുടെ ജ്യോതി അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വാദിക്കുന്നു. അതോടൊപ്പം ശബരിമല വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നു. അവിടെയും താങ്കൾ കുറേയധികം ബഹളം ഉണ്ടാക്കി, നിരാഹാരം കിടക്കുക, അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ താങ്കൾക്ക് അവിടെ ഉണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നില്ലേ, ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരു ഇസ്ലാം എന്ന ആ ലെവലിൽ, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. അയ്യപ്പനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ശബരിമല, ഒരു പക്ഷെ അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ശബരിമല പോകുന്ന വഴി കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ ഒരു മുസ്ലിം പള്ളിയിലാണ് ആദ്യം പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചത്. വാവര് പള്ളി എന്നാണ് പറയുന്നത്, എരുമേലി വാവര് പള്ളി, ബാബർ എന്നാണ് പുള്ളിയുടെ പേര്, അതാണ് വാവർ, മലയാളി ആയിരിക്കും. അതേപോലെ അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്താണ് അർത്തുങ്കലെ വെളുത്തച്ഛൻ്റെ അവിടെ പോയി തൊഴുതിട്ടാ പോകുന്നത്. അപ്പോ ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്, ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്തവർക്ക് മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്തവർക്ക് ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഹിന്ദു വേഴ്സസ് മുസ്ലിം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വേഴ്സസ്, ഇപ്പൊ നിർമ്മല കോളേജിലെ ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം, ഈ അടിയിലെ ആൾക്കാർക്ക് താല്പര്യമുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിമാണ്. ഞാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. ബ്രാഹ്മണ സമുദായം, എന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ പെരിയമന ഇല്ലത്ത് രാഹുൽ ഈശ്വരൻ നമ്പൂതിരി എന്നാണ്. എനിക്ക് തന്നെ പിന്നോക്കാരെ സപ്പോർട്ട് ചെയ്യാം, എനിക്ക് തന്നെ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യാം, എനിക്ക് തന്നെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ബഹുസ്വരതയാണ്. ഒറ്റ വരി പറഞ്ഞ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കാത്ത രസകരമായ ഒരു കാര്യം പറയാം. നമ്മളൊക്കെ സ്കൂളിൽ ഇന്ത്യൻ കൊടിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയും സാഫ്രൺ എന്ന് പറഞ്ഞാൽ ത്യാഗവും ധീരസന്നദ്ധതയുമാണ്, വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനം, പച്ച എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റി. അങ്ങനെയല്ല, ഈ കൊടി ഡിസൈൻ ചെയ്ത മഹാത്മാഗാന്ധി എഴുതി വെച്ചിട്ടുള്ള കാര്യം, പറഞ്ഞതല്ല, ഏപ്രിൽ 13, 1921 അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കാര്യം, ഇതിലെ ഈ കാവി നിറം അല്ലെങ്കിൽ സാഫ്രൺ, അന്ന് റെഡിഷ് ഓക്രയാണ്, കുറച്ചുകൂടെ വിവേകാനന്ദന്റെ ഡ്രസ്, ഈ കളർ ഒന്ന് എടുത്താൽ മതി. ഈ സാഫ്രൺ നിറം ഇന്ത്യയിലെ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്ന ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് അടക്കമുള്ള ധാർമ്മിക് റിലീജിയൻസ് എന്ന് പറയുന്നത് എല്ലാവരും കാവ്യ യൂസ് ചെയ്യുന്നതാണ്, ബുദ്ധനും അടക്കമുള്ള. ഇത് ഹിന്ദുക്കളെയാണ്. ഈ വെള്ള ക്രിസ്ത്യാനികളെയും പാഴ്സികളെയും ജൂതന്മാരെയും. ഓക്കെ, ഈ പച്ച ഇന്ത്യയിലെ മുസ്ലിങ്ങളെ. ഇതാണ് നമ്മുടെ കൊടിയുടെ അർത്ഥം. മഹാത്മാഗാന്ധി എന്നിട്ട് 1946 ഒരാൾ ചോദിക്കുന്ന ചോദ്യത്തിന് പറയുന്നുണ്ട്, ഞാൻ കൺസീവ് ചെയ്ത ഫ്ലാഗ് ഇത് തന്നെയാണ്, ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്താൽ ഇവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് ജിഹാദി എന്ന് വിളിക്കും, ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്താൽ വേറെ ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കും. രണ്ടുപേരെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം അതാണ്. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലടക്കം ഈ സാധനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഈ എഴുതി വെച്ചത് നിങ്ങൾക്കടക്കം ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ. ഏപ്രിൽ 13, 1921 യങ് ഇന്ത്യ, പിങ്കാളി വെങ്കയ്യ എന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ജൂലൈ 22-നായിരുന്നു പുള്ളിയുടെ ഒരു ഓർമ്മ ദിനവും. ഗാന്ധിജിയാണ് ഈ കളർ കോഡ് പറയുന്നത്. എന്റെ സിമ്പിൾ സാധനം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരുപാട് ജാതി വിഭാഗങ്ങളുണ്ട്, മതവിഭാഗങ്ങളുണ്ട്, നമുക്കെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കണം. ഇത്രയേ ഉള്ളൂ ഈ ഫ്ലാഗിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഞാൻ മുസ്ലിം സപ്പോർട്ടർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, ഞാൻ ക്രിസ്ത്യൻ സപ്പോർട്ടർ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. ഞാനൊരു YMCAയുടെ പ്രൊഡക്റ്റാണ്, യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന. അത് ശരിക്കും എന്റെ വീട് കഴിഞ്ഞാൽ എന്റെ സെക്കൻഡ് ഹോം YMCA ആയിരുന്നു. ഞാൻ ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഞാനപ്പോൾ അദ്ദേഹത്തോട്, തുഷാർ ഗാന്ധി അദ്ദേഹത്തോടും പറയുണ്ടേ, സാറിനെ ഈ ഹിന്ദു ടെററിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ എല്ലാ മതവിഭാഗങ്ങളുടെയും പരിപാടിക്ക് പോകുന്ന എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, താങ്കൾ തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിന്റെ വിഷയത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു, താങ്കളുടെ വീട്ടുകാര്, താങ്കളുടെ അമ്മ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിൽ, മുത്തശ്ശി പഠിച്ചത്, താങ്കളും പഠിച്ചത് പല പല. എന്റെ മകൻ ഇപ്പം പഠിക്കുന്നത് സെന്റ് തോമസിലാണ്. ഇനി രണ്ടാമത്തെ ഒരു കുട്ടിയുണ്ട്, 7 മാസമേ ഉള്ളൂ. അവനും ഒരു പക്ഷേ സെന്റ് തോമസിൽ പറ്റുമായിരിക്കും. കാര്യം നമ്മുടെ നാട്ടില് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും നന്നായി സ്കൂൾ നടത്തുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ ഇപ്പൊ ഒരുപാട് നല്ല ഉണ്ട് കേട്ടോ. ഹിന്ദുക്കളുടെ അമൃതയുണ്ട്, ഞാൻ തന്നെ അമൃത സ്കൂളിൽ പോകാറുണ്ട്. ഇപ്പൊ ശ്രീ ശ്രീശങ്കരനുണ്ട്, അല്ലെങ്കിൽ ചിന്മയുണ്ട്. അപ്പൊ അതൊക്കെ നല്ലതാണ്. ഞാൻ കുറച്ചു കാലം ചിന്മയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാദറിന് ട്രാൻസ്ഫർ ആയപ്പോൾ
അപ്പോഴാണ് വ്യത്യസ്ത സ്കൂളിൽ പോകുന്നത്. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രൈഡാണ് നിർമ്മല കോളേജ്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന വിഷയം ഇപ്പം തന്നെ നമ്മൾ കണ്ടാൽ എത്ര രമ്യമായി പരിഹരിച്ചു. ഈ കുട്ടികളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രിൻസിപ്പൾ കുട്ടികളോട് അപ്പോളജൈസ് ചെയ്തു. കുട്ടികൾ പറഞ്ഞ ഡിമാൻഡ് തെറ്റാന്ന് പറഞ്ഞ് മുസ്ലിം മഹൽ കമ്മിറ്റിയുടെ ആൾക്കാർ ഒന്ന് അപ്പോളജൈസ് ചെയ്തു. പക്ഷെ സോഷ്യൽ മീഡിയ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം പലർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് ഈ അടി വേണം, എന്തെങ്കിലും രീതിയിലുള്ള അടി വേണം. സത്യത്തിൽ ഇത് തുടങ്ങിയത് സ്കൂളിലെ കുട്ടി കോളേജിലെ കുട്ടികൾ തന്നെയല്ലേ, സോഷ്യൽ മീഡിയക്കാരല്ലോ. സത്യസന്ധമായി പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മീഡിയയിലോ റെപ്രസെന്റേറ്റീവ് ഒന്നും അല്ല കാര്യം. ഞാൻ അതിന്റെ ഇൻട്രസ്റ്റിംഗ് ടേക്ക് പറയാം. ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ആരും പറയാത്തൊരു ടേക്ക് പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ പോലും പറയാത്തൊരു ടേക്ക് പറയാം. 3-4 പെൺകുട്ടികൾ സ്ഥിരം അവിടെ നിസ്കരിക്കാറുണ്ടായിരുന്നു ഓൾറെഡി. അതൊരു പുതിയ അറിവാണ്. അല്ല, ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 3-4 കുട്ടികൾ അവിടെ സ്ഥിരം നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു സ്റ്റോർ റൂമിനടുത്തായിരുന്നു ഈ നിസ്കാരം. റെസ്റ്റ് റൂമിനടുത്തുള്ള ഒരു സ്റ്റോർ റൂമിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് ഇവിടെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് പ്രതിഷേധം ഉണ്ടായത്, അല്ലാതെ പുതിയ റൂം വേണമെന്ന് പറഞ്ഞിട്ടല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പലരും പോലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുസ്ലിങ്ങളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിൽ പലരും കോൺഫിഡന്റ് അല്ല, പെട്ടെന്ന് ഒരു ഡിഫിഡന്റ് ആണ്. കാര്യം ഈ ഇസ്ലാമോഫോബിയയുടെ സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ട്. അപ്പൊ അവർ കാണിച്ച വലിയൊരു മനോഭാവമാണ് വിട്ടുകൊടുക്കുന്ന, കൺസീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പോട്ടെ എന്ന് പറയുന്ന മനോഭാവം. പക്ഷെ ശരിക്കും സംഭവിച്ചത് ഈ 3 പിള്ളേരെ നിസ്കരിച്ചതിന് ഇവരെ തടസ്സപ്പെടുത്തി. പ്രിൻസിപ്പൾ ഇതിന് അവരോട് ക്ഷമ പറയുന്നുണ്ട്, അത് ഇന്ത്യൻ എക്സ്പ്രസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ ഇതിന്റെ പേരിലാണ് പ്രതിഷേധം പോയത്. അപ്പം അവരോട് പറഞ്ഞു അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. അടുത്ത വാക്ക് ശ്രദ്ധിച്ച് കേട്ടോണേ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളവര്. അവിടെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല, അത് വേറെ റൂമാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സ്ഥലം കാണിച്ചു തരാമോ, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ മുസ്ലിം കുട്ടികൾ പുതിയ റൂം വേണമെന്ന് സാധനമായിട്ട് ഡിമാൻഡായിട്ട് റേസ് ചെയ്ത് അവരെ പിള്ളേർ പറയുന്നതിന് എന്താ ഒരു പ്രിസിഷൻ കുറവാണല്ലോ. ഇത് കണ്ടോ, മുസ്ലിങ്ങൾ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതാണ് യഥാർത്ഥം സംഭവിച്ചത്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. മാസങ്ങളായി നിസ്കരിക്കുന്നുണ്ട്, ആർക്കും ഒരു പ്രശ്നമില്ല. ഇവരുടെ ഒരു റൂം മാറി പുതിയ സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ വന്നപ്പോൾ ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു, ഒരു തെറ്റിദ്ധാരണയോ കാര്യങ്ങളോ ഉണ്ടായി. അപ്പോൾ ഇവർ പറഞ്ഞു വേറൊരു സ്ഥലം കാണിച്ചു തരാം, അതായത് ഇവിടെ നിസ്കരിക്കാം, നമ്മളിപ്പോൾ ഇവിടെ നിസ്കരിക്കാന്ന് പറഞ്ഞു. ഞാൻ നിസ്കരിച്ചോട്ടെ, അയ്യോ ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും, എന്നാൽ വേറെ എവിടെ ചെയ്യാം? ഇതാണ് സംഭവിച്ചത്. ഇതിനെ മുസ്ലിങ്ങൾ പുതിയൊരു പ്രാർത്ഥനാ മുറി വേണം എന്ന് പറഞ്ഞു എന്ന് ചിത്രീകരിക്കുന്നത് ഈ ഇസ്ലാമിക അധിനിവേശം നടക്കുന്നു എന്ന പച്ചക്കള്ളം പറയാനുള്ള വളഞ്ഞ വഴിയാണ്. ഇത് ഇന്നുമല്ല, ഞാൻ എന്നും ഇത് വളരെ കാര്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ സമൂഹത്തിൽ ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. ഞാൻ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. എന്നെ നാഷണൽ മീഡിയ ഒക്കെ വിളിക്കുന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് എന്ന ടാഗാണ് കൊടുക്കാറുള്ളത്. ഹിന്ദു ആക്ടിവിസം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറലല്ല. ഹിന്ദു ആക്ടിവിസം എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നെഞ്ചത്ത് കയറില്ലല്ല. ഹിന്ദു ആക്ടിവിസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട്, നമ്മൾ നോക്കണം. പൊതുവിൽ ആരുടെയും നെഞ്ചത്ത് അങ്ങനെ കയറാറില്ലല്ലോ. 2 കാര്യങ്ങൾ, ഹിന്ദുക്കൾ ആരുടെയും നെഞ്ചത്ത് കയറാറില്ല, പക്ഷെ തീവ്ര ഹിന്ദുത്വവാദികൾ നെഞ്ചത്ത് കയറാറുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത്. അങ്ങനെ കൊന്ന ഒരാളാണ് മഹാത്മാഗാന്ധി. ഈ തീവ്ര ഹിന്ദുത്വവാദിയായ ഞാൻ അടക്കം ജനിച്ച സമുദായത്തിൽ, ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ഗോഡ്സെയോടൊപ്പം ഉള്ള 5 ബ്രാഹ്മണരുമാണ് ഗാന്ധിജിയെ കൊല്ലുന്നത്. 99% ബ്രാഹ്മണരും അങ്ങനെയല്ല, ഒരുപാട് പേരെ കൊല്ലുന്നില്ലേ? ഉണ്ട്. രണ്ട് വാദം ഉണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒസാമ ബിൻ ലാദൻ, അജ്മൽ അമീർ കസബ്. ഇതിന്റെ മറ്റൊരു തെളിവാണ് നമ്മുടെ ഗോഡ്സെ. നമ്മുടെ ഗോഡ്സെ എന്ന് പറഞ്ഞാൽ അർത്ഥത്തില്ല, നമ്മുടെ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിലെ ഗോഡ്സെ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാഞ്ചിറാം ആസിഫ എന്ന് പറയുന്ന 7 വയസ്സായ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ പുള്ളിയും പറഞ്ഞ ലോജിക്ക് ഇത് തന്നെയാണ്. മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് ജനസംഖ്യ കൂടുന്നു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് ഹിന്ദുക്കളില് മുസ്ലിങ്ങളിൽ തീവ്രവാദികളുണ്ടല്ലോ, ഇസ്ലാം പഠിപ്പിക്കുന്നതാണെന്നാണല്ലോ ഇതാണ് ഇവർ പറയുന്നത്. മുസ്ലിംസ് തെറ്റുകാരാണെന്ന് പറയുന്നില്ല. അതാണ് ഏറ്റവും വലിയ കള്ളത്തരം. രാഹുൽ ഇവിടെ വന്നിരുന്ന് വളരെ സഭ്യതയോടുകൂടി വളരെ ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുത്വത്തെ കുറിച്ച് പറയാറുണ്ട്. ഹിന്ദു ആക്ടിവിസ്റ്റ് പല ശാഖകളുണ്ട്. എനിക്ക് അത്ര അറിവുള്ള ആളല്ല, താങ്കൾ ഇന്റലക്ച്വൽ ആണെന്നാ. അപ്പോൾ താങ്കൾക്ക് ഒരുപാട് ബുക്കുകൾ, എന്നെക്കാൾ ഒരുപാട് ബുക്കുകൾ വായിക്കുകയും അറിവും ഒരുപാട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്, ഗവേഷണങ്ങൾ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഹിന്ദുത്വം എത്രമാത്രം വ്യാപിച്ചു കിടക്കുന്നു. ഹിന്ദുത്വം വേറെ, ഹിന്ദു വേറെ. ഹിന്ദു നോളജ് അല്ല, ഈ വ്യത്യാസം അറിയണം. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. വീര സവർക്കർ ആണ് അത് പോപ്പുലറൈസ് ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1890s ബംഗാളിലുള്ള സുരേന്ദ്രനാഥ ബോസ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ആ വേർഡ് കോയിൻ ചെയ്യുന്നത്, ഹിന്ദുത്വം എന്നുള്ള വാക്ക്. ആ പേര് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. പക്ഷെ വീര സവർക്കർ ആണ് പോപ്പുലറൈസ് ചെയ്യുന്നത്. ഹിന്ദുത്വം അല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ്, മതം, വിശ്വാസം, സമുദായം. ഒറ്റ സെക്കൻഡ്. ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. എനിക്ക് ഹിന്ദുത്വവാദികളോട് ബഹുമാനക്കുറവൊന്നുമില്ല, ഇഷ്ടവും ബഹുമാനമാണ്, അവരുടെ പരിപാടിക്ക് പോകാറുണ്ട്. പക്ഷെ ഹിന്ദുത്വം വേറെ, ഹിന്ദു വേറെ. ഒരു വരി കൂടെ പറയാം. ഇസ്ലാമിസം വേറെ, ഇസ്ലാം വേറെ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതം, ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മുസ്ലിം. ഒറ്റ വരി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഹിന്ദു വിശ്വാസമാണ്, ഹിന്ദുത്വം പൊളിറ്റിക്സ് ആണ്. ഇസ്ലാം വിശ്വാസമാണ്, ഇസ്ലാമിസം പൊളിറ്റിക്സ് ആണ്. ക്രിസ്ത്യാനിറ്റി വിശ്വാസമാണ്, കൺവേർഷനിസം അല്ലെങ്കിൽ മതപരിവർത്തനവാദം രാഷ്ട്രീയമാണ്. അപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവർ. പോസിറ്റീവ്ലി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അങ്ങനെ ഉപയോഗിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി. താങ്കൾ ഒരു മധ്യപാതയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, പക്ഷേ ഞാൻ സെന്റർ റൈറ്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും സെന്ററിലേക്ക് നിൽക്കുന്ന സെന്റർ റൈറ്റ് ആണ്.
ഓക്കെ. ഞാൻ അതിന് പറയാൻ റീസണും കൂടെ ഉണ്ട്. പലരും ചോദിക്കാറുണ്ട്, എന്റെ തന്നെ സുഹൃത്തുക്കളും പ്രത്യേകിച്ച് ലെഫ്റ്റ് ലിബറൽ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളും പറയാറുണ്ട്, നീ എന്തൊക്കെ പറഞ്ഞാൽ നീ വളരെ സെക്കുലർ ആയ ഒരു മനുഷ്യനാണെന്നൊക്കെ തമാശക്ക് എന്നോട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, ഞാനൊരു ജാതിവാദിയാണ്. ഒരിക്കലും തോന്നിയിട്ടില്ല അല്ല, അങ്ങനെ പറയുന്നത്, അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അപ്പൊ ഞാൻ പറയാം, ഞാൻ സെക്കുലർ അല്ല, ഞാൻ പ്ലൂറലിസ്റ്റിക് ആണ്, ഞാൻ മതേതരവാദിയല്ല, ഞാൻ ബഹുസ്വരവാദിയാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതങ്ങളുണ്ട്, അവരുടെ ഇടയിൽ ഒരു ബാലൻസ് വേണം. ഞാൻ എൻ്റെ കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്നത് ഇതൊരു ഏൻഷ്യന്റ് ആര്യൻ സിമ്പല. അപ്പൊ ഞാൻ എൻ്റെ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ ഇത് നമ്മുടെ ഹിറ്റ്ലറും യൂസ് ചെയ്തിരുന്നില്ലേ? അത് ഹിറ്റ്ലർ ഇത് മിസ്യൂസ് ചെയ്തതാണ്, അതാണ് കറക്റ്റ്. അതായത് ഇത് നമ്മുടെ സിമ്പലാണ്. താങ്കളുടെ ഉപയോഗിക്കാറുണ്ടോ? എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഉണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ഷന്റെ സിമ്പൽ. ഇന്ത്യയുടെ ഇലക്ഷൻ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നത് ഇതാണ് ബുദ്ധന്റെ സിമ്പൽ. ബുദ്ധന്റെ സിമ്പിൾ കണ്ടു കാണും. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്റെ വീട്ടിൽ വന്ന് ബുദ്ധന്റെ ഒരു വീട്ടിലെ ഏറ്റവും വലിയ ബുദ്ധന്റെ ടോളസ്റ്റ് പെയിന്റിംഗ് എന്റെ വീട്ടിലാണ്, 24 അടി. അതിലും ഇതേ സ്വസ്തികമാണ്. ഈ സ്വസ്തികം നമ്മുടെയാണ്, ഇതിനെ ഹിറ്റ്ലർ മിസ്യൂസ് ചെയ്തതാണ്. ഞാൻ ജർമ്മനിയിൽ പോയിരുന്നു ഒരു ടൂറിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവരൊന്ന് പറഞ്ഞു, സാർ യു ഹാവ് ടു ക്ലോസ് ഇറ്റ് അപ്പ്, എന്നിട്ട് സ്വസ്തിക് എന്റെ ഷർട്ടിലുണ്ട്, അത് പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് യുവർ പീപ്പിൾ ഹു മിസ്യൂസ്ഡ്, അത് ഞങ്ങളുടെ സിമ്പലിനെ നിങ്ങൾ എന്തിനാണ്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സാറിന്റെ ഐഡിയ ഒക്കെ കറക്റ്റ് ആണ്, നമുക്കറിയാം, വി ഹാവ് ഡൺ അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ജർമ്മനിയിൽ സ്വസ്തിക യൂസ് ചെയ്യാൻ പോലും പറ്റില്ല. കാര്യം ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യനെ മിസ്യൂസ് ചെയ്തു. കൊക്കക്കോള അറിയാമല്ലോ, കൊക്കക്കോളയുടെ സിമ്പൽ ആയിരുന്നു സ്വസ്തിക്. കൊക്കക്കോള 100 വർഷം മുമ്പ് സ്വസ്തിക് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അമേരിക്കയിലെ എയർക്രാഫ്റ്റ്സിൽ സ്വസ്തിക് യൂസ് ചെയ്യുമായിരുന്നു. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ അബ്സല്യൂട്ട് നരാധമൻ, 60 ലക്ഷം ജൂതന്മാരെ കൊന്നത്, കൊച്ചു പിള്ളേരെ അടക്കം. ഈ നരാധമൻ കാരണം ആ സ്വസ്തിക് എന്ന സിമ്പല് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ജർമ്മനി. ഇതേപോലെയാണ് ഗോഡ്സെ, ഇതേപോലെയാണ് ഒസാമ ബിൻ ലാദൻ, ഇതേപോലെയാണ് എന്താ പറയുക അജ്മൽ അമീർ കസം, അല്ലെങ്കിൽ ഇനി പെട്ടെന്നാരെ പേര് പെട്ട, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാർട്ടിൻ. അതായത് ഞാൻ സ്ഥിരം ഇന്ന് വന്നില്ലെന്നേ ഉള്ളൂ, ഇന്നലെ വേറൊരു പരിപാടിക്ക് ഒരു അവാർഡ് മേടിക്കാൻ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സ്ഥിരം ഈ മറ്റേ ഇന്ത്യയുടെ അത് ചെയ്യുന്നത് ഒരു നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു, നേരെ മറിച്ച് രാജ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ? അങ്ങനല്ലേ നമുക്ക് വേണ്ടത്? നമ്മുടെ രാജ്യത്തിന്റെ കൂടി നമ്മുടെ അഭിമാനം, നമ്മുടെ അഭിമാനം തന്നെ എന്ന് കരുതി നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ദേഹത്ത് അണിഞ്ഞു നടക്കുന്നത് ഒരു നമ്മുടെ ഷർട്ടിൽ അണിഞ്ഞു പറഞ്ഞാൽ എന്താ? നമ്മളോട് അത്ര റെസ്പെക്ട് ആയിട്ട് തോന്നി തിരിച്ചല്ലേ നമ്മുടെ ഇന്റിമസി നമ്മൾ വെക്കുന്നു എന്നല്ലേ? ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോ ശ്രീ രാഹുൽ ഗാന്ധിയോ ഒക്കെ മറ്റേ ഇന്ത്യയുടെ കൊടി കുത്തുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നത് നരേന്ദ്രമോദി ഫുൾ ടൈം അണിഞ്ഞു നടക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാ. ഇത് ഞാൻ ഡിസൈൻ ചെയ്തു, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഡിസൈൻ ചെയ്തു. ഞാൻ ഇനി പറയാൻ വന്നത് അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ പ്രൈഡോടുകൂടി ചെയ്യണം. ഞാനൊരു രാജ്യസ്നേഹിയാണ്. ഇതിന്റെ ഏറ്റവും വൃത്തികെട്ട രൂപമാണ് ഈ കൊച്ചിയിൽ കണ്ടത്. മാർട്ടിൻ എന്ന് പറഞ്ഞൊരുത്തൻ 6 പേരെ ബോംബ് വെച്ചു കൊന്നു. അതായത് അവരുടെ സഭക്കാരൊക്കെ നാഷണൽ ആന്തം പാടുന്നില്ല, അതുകൊണ്ട് ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടിയെ ബോംബ് വെച്ചു. അതായത് കൊന്നതിലെ 3-4 വയസ്സോ അവരുടെ തന്നെ ബന്ധുവായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. എന്ത് തരം ഭ്രാന്ത? അപ്പൊ രാജ്യസ്നേഹിയാകാം, മറ്റേത് ഭ്രാന്തനാകരുത്. ദേശസ്നേഹിയാകണം, പക്ഷേ ഭ്രാന്ത് പാടില്ല. മതേതരമല്ല മതസൗഹാർദ്ദം, ദേശീയ ഭ്രാന്തല്ല രാജ്യസ്നേഹം. അതായത് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് നാഷണലിസം വേണ്ട പാട്രിയോട്ടിസം വേണമെന്ന് പറയും, സെക്കുലറിസം വേണ്ട പ്ലൂറലിസം വേണമെന്ന് പറയും. അപ്പൊ വാക്കുകൾ മാറുന്നു എന്നേ ഉള്ളൂ. അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഒരുമ വേണം, പരസ്പര യോജിപ്പ് വേണം, എന്നാ തീവ്രത പാടില്ല. ഞാൻ ആ മാർട്ടിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്ത് തരം ഭ്രാന്താണ് ആലോചിച്ചു. ദേശീയ ഗാനം പാടുന്നതിൽ ഒരാൾ എണീക്കുന്നില്ല, നമുക്ക് ദേഷ്യം തോന്നും, ചിലപ്പോൾ നമ്മളോട് ചൂടാവും, എണീച്ചേ പറ്റൂ എന്ന് പറയും. പക്ഷെ അയാൾ പറയുന്നത് അത് കുട്ടികളെ പലതരത്തിൽ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് പല വട്ടം വാർണിംഗ് ചെയ്ത് ശരിയായിരിക്കും അയാൾ ചെയ്തതിനെ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ പോവാം, നമ്മുടെ നാഷണൽ സിംബൽസിലെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു, ഇവരെ ജയിലിലിടാൻ പറയാം, ഇവർക്ക് ഫൈൻ അടിക്കാൻ പറയാം എന്ന് പറഞ്ഞ് ബോംബ് വെക്കുകയാണോ? അതായത് അതിന്റെ പ്രോസസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ സഭ, ഞാൻ സഭയുടെ പേര് പോലും പറയുന്നില്ല, കാര്യം ആ സഭയുടെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ സഭയിലെ കുറെ ആൾക്കാർ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് ഗൂഗിൾ നോക്കി ബോംബ് ഉണ്ടാക്കാൻ പഠിച്ച് അത് ഒരു കളമശ്ശേരിയിലെ സ്ഥലത്ത് കൊണ്ടുവച്ച്, അത് അവിടെ രസം എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു നന്മയുണ്ട് കേട്ടോ. അയാൾ ഉച്ചയോടുകൂടി കൺഫ്യൂസ് ചെയ്തു. ഉച്ച കഴിഞ്ഞാണെങ്കിൽ നമ്മൾ മാർട്ടിനെ മുഹമ്മദ് ആക്കിയേനെ. ഉച്ച വരെയുള്ള സ്പേസിനുള്ളിൽ പുള്ളി കൺഫ്യൂസ് ചെയ്തു. അപ്പം തന്നെ പല ആൾക്കാരും മറ്റേ മുസ്ലിം തീവ്രവാദികൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ദേശീയ തലത്തിൽ മന്ത്രിമാർ വരെ പറയുകയുണ്ടായി. ദൈവം സഹായിച്ച് അവസാനം അത് മാർട്ടിനാണെന്ന് തെളിഞ്ഞു. അപ്പൊ മാർട്ടിൻ എന്ത് തരം ഭ്രാന്താണ്? നാഷണൽ ആന്തം ഒരാൾ പാടിയില്ലെന്നിരിക്കട്ടെ, അവന് മിസ് ഔട്ട് ചെയ്യുന്നു ഈ രാജ്യത്തിന്റെ മനോഹാരിത. പറയുന്ന വളർന്നു വരുന്ന കുരുന്നുകളെ രാജ്യത്തിനെതിരെ പ്രയോഗിക്കാനുള്ള ആ ഒരു സംഭവം ഇങ്ങനെ ക്ലാസ് കൊടുക്കറിയില്ല. അവരുടെ പ്രത്യേക സഭയിൽ ആരെങ്കിലും തീവ്രവാദികളെ ഇന്ത്യയിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നറിയില്ല. ഈ നാളെ നമ്മുടെ നാട്ടില് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയോ പേര് സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കുന്നു. അങ്ങനെ കേട്ട് കാണുമല്ലോ അല്ലെ? ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കുന്നു, മറ്റു രാജ്യങ്ങളിൽ സെറ്റിൽ ആകാൻ വേണ്ടി ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആകാത്തവരും ഉണ്ടല്ലോ. കാരണം എല്ലായിടത്തും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലല്ലോ. ഇന്ത്യയിലില്ല, ഇന്ത്യയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞവരെല്ലാം നമ്മൾ കൊല്ലാൻ പോകണം.
നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു രാജ്യമുണ്ട്, നമുക്കതിനെ സ്നേഹമാണ്, ഇഷ്ടമാണ്, കാര്യമാണ്, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം ഒക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് നാളെ ഒരാൾ നാഷണൽ ആന്തം പാടുന്നില്ലെന്നും ഇത് എഴുതിയ ടാഗോർ നേരെ മാർട്ടിനെ അടിക്കുമായിരുന്നു. ടാഗോർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു വിശ്വമാനവവാദിയായിരുന്നു. നാളെ പോട്ടെ, ഒറ്റ ഈ രാജ്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്തൊരു 5-6 പേരെ എടുക്കാം. മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ് ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ പട്ടേൽ, നെഹ്റു, ഇവരാരെങ്കിലും ഇവർ ദേശീയ ഗാനം പാടുന്നെന്ന് പറഞ്ഞാൽ അവരെ അടിക്കാനെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കൊല്ലുകയോ ബോംബുകയോ പോട്ടെ, ഇത് മനോരോഗമാണ്. ഈ മനോരോഗത്തിന് ചിലപ്പം ദേശീയതയുടെ മുഖം വരും, ചിലപ്പോൾ മതേതരത്വത്തിന്റെ മുഖം വരും, ചിലപ്പോൾ മതത്തിന്റെ മുഖം വരും, ചിലപ്പോൾ വിശ്വാസത്തിന്റെ മുഖം വരും. ഈ തീവ്രത ഒരു മനോരോഗമാണ്. അപ്പം ഈ ശബരിമല വിഷയത്തിൽ താങ്കൾ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നു. ഒരു 5 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ അന്ന് സ്ത്രീ പ്രവേശനമായിട്ട് സംബന്ധിച്ച് ഭയങ്കര കോളിളക്കം ഉണ്ടാവുകയും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തൊരു വിഷയമായിരുന്നു. അതിൽ താങ്കളുടെ നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാ മതക്കാർക്കും ശബരിമല തുറന്നു കൊടുക്കണമെന്ന് ആണ്. ഓൾറെഡി ആണ്. നമ്മളായിട്ടല്ല, 1000 വർഷം മുമ്പ് അയ്യപ്പൻ ചെയ്തതാണ്. അവിടെ സ്ത്രീകൾ കയറുന്നതിനോട് ഞാൻ ഒരു എന്റെ 30 സെക്കൻഡുകൾ ഫേമസ് ആണ്. ശാരികയാണ് 30 സെക്കൻഡ് എടുത്ത്. അല്ല, എന്നെ താങ്കളുടെ 30 സെക്കൻഡ് ഫേമസ് ആണ്. കാരണം ഞാൻ പറയാൻ വന്നത് നമ്മളെ പറഞ്ഞ് തീർക്കാൻ അനുവദിക്കുമ്പോൾ താങ്കൾ സോറി ഫോർ ദാറ്റ്. അത് എക്സൈറ്റ്മെന്റ് കൊണ്ടും ഇൻവോൾവ്മെന്റ് കൊണ്ടുമാണ്. ശാരികയോട് 30 സെക്കൻഡ്സ് എടുത്തൊരു സാധനം പറയാം. ശബരിമലയിൽ എല്ലാ വർഷവും ഇപ്പോഴും 5 ലക്ഷത്തിലധികം സ്ത്രീകളാണ് വരുന്നത്. 1, 2, 3 അല്ല. അപ്പൊ ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് എന്താ ലോജിക്? സ്ത്രീകൾ പറയുന്ന ഒരു 22 വയസ്സ്, 10 മുതൽ 50 വയസ്സ്. ശബരിമല പ്രക്ഷോഭത്തിന് ആദ്യം ശബരിമലയിൽ അറസ്റ്റ് ഇടാകുന്ന എന്റെ മുത്തശ്ശിയാണ്, ദേവകി യന്ത്രജനം എന്ന പേര്. 80 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വയലൻസ് ഒക്കെ തുടങ്ങുന്നത്. രണ്ടാമത് എന്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. അമ്മ ഇപ്പൊ യോഗക്ഷേമ സഭയുടെ സംസ്ഥാന വനിതാ പ്രസിഡന്റ് ഒക്കെയാണ്. മൂന്നാമതാണ് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ ഇതായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കോൺഗ്രസ്സുകാരനാണ്. പുള്ളി ഞങ്ങളെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ആദ്യം. എന്റെ മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്ത ശബരിമല എന്നാണ്. അപ്പൊ സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ലെന്ന് പറയുന്നത് ലോജിക്. എല്ലാ വർഷവും വെറുതെ ഗൂഗിളിൽ നോക്കിയാൽ ജർമ്മനി, അതിലേക്കാണ് ജർമ്മനി എന്നൊരു സ്ത്രീകളുടെ സംഘം, ജർമ്മൻ സ്ത്രീകളുടെ സംഘം ശബരിമല വിസിറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോ ഇനി ആദ്യത്തെ ഇതിലേക്ക് വരാം. അപ്പൊ സ്ത്രീകൾക്ക് പ്രശ്നമില്ലേ? സ്ത്രീകൾക്ക് പ്രശ്നമില്ല. ഇനി യുവതികൾക്ക് പ്രശ്നമുണ്ട്, അതിലേക്കാ വരുന്നത്. സ്ത്രീകൾക്ക് പ്രശ്നമില്ല. ഇനിയും ഒരു ഏജ് റെഗുലേഷൻ ഉണ്ട്, ഒരു പ്രത്യേക പ്രായപരിധി എന്ന് പറയും ഏജ് റെഗുലേഷൻ. അത് ശരിയെന്ന് വാദിക്കാം, തെറ്റെന്ന് വാദിക്കാം. നിങ്ങൾ ആരും അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എന്റെ വർഷം പറയാം, നിങ്ങൾ ആരും അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷേ നമുക്കപ്പം വിഷയം എന്താ? ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട്. അത് ശരിയോ തെറ്റോ? ഇത് പറയുന്നതിന് പകരം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നില്ല. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റിയുടെ ലംഘനമാണ്. ശബരിമലയിൽ സ്ത്രീ പുരുഷ ഭേദമാണെന്ന് പറയുന്നത് ഒരു തീവ്ര ഫെമിനിസ്റ്റ് അജണ്ടയാണ്. നേരത്തെ തീവ്ര ഇസ്ലാമിസവും തീവ്ര ഹിന്ദുത്വവും പറഞ്ഞ പോലെ ഒരു തീവ്ര ഫെമിനിസ്റ്റ് അജണ്ടയാണ്. എന്റെ സുഹൃത്ത് തന്നെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ബർഖാദത്ത്. ബർഖാദത്തിന്റെ ഒക്കെ ആർട്ടിക്കിളാണ്. ഞാൻ മിനിഞ്ഞാന്നും കൂടെ ബർഖാദത്തിന്റെ പരിപാടിക്കായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ബർഖാദത്തിനോട് ഭയങ്കര കമ്പനിയായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ബർഖാദത്തിനെ ഞാൻ എതിർക്കുന്ന വ്യക്തിയാണ്, ആശയപരമായി എതിർക്കുന്ന വ്യക്തിയാണ്. ഞാൻ എന്നിൽ കാണുന്ന നല്ലൊരു ക്വാളിറ്റി, എതിർ നിലപാടുകളുള്ളവരോട് നല്ല സൗഹൃദം സ്ഥാപിക്കാൻ എനിക്ക് കഴിയാറുണ്ട്. അർണബ് ഗോസ്വാമിയോട് ഞാൻ സുഹൃത്താണ്, ശശി തരൂരിനോട് സുഹൃത്താണ്. അങ്ങനെ എനിക്ക് സ്ഥാപിക്കാൻ കഴിയാറ്. എനിക്ക് ആരിഫിനെ ഇഷ്ടം. എനിക്ക് ആരിഫിന്റെ നിലപാടുകളോട് 100%, പ്രത്യേകിച്ച് ആരിഫ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ചൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷെ ആരിഫ് എന്ന വ്യക്തിയോട് എനിക്ക് ബഹുമാനക്കുറവില്ല, ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഇതാണ് എന്റെ പോയിന്റ്. അപ്പൊ ശബരിമലയിൽ യുവതികൾക്കൊരു പ്രായനിയന്ത്രണമുണ്ട്, നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ എന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ, മിസ്റ്റർ മണികണ്ഠൻ, നമുക്ക് അങ്ങനെ വിളിക്കാം, മിസ്റ്റർ അയ്യപ്പൻ എന്ന് പറയുന്ന മിസ്റ്റർ ചരിത്രപുരുഷനായ മിസ്റ്റർ മണികണ്ഠൻ, എന്റെ ദൈവമായ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നൊരു വ്രതം എടുത്തിട്ട് ശബരിമലയിലോട്ട് വരണമെന്നാണ് പുള്ളിയുടെ തിയറി. ആ തിയറിയും കൂടെ പറയാം. സോഷ്യൽ മീഡിയയിൽ അത് പറയാൻ പറ്റും, മെയിൻ സ്ട്രീം മീഡിയ പറയരുതെന്ന് എന്നോട് പറയും. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ജെൻഡറിനോട്, ഞങ്ങൾ ആണുങ്ങൾ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്ന് മാറി, ലോക കാര്യങ്ങളിൽ നിന്ന് മാറി, സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ നിന്ന് മാറി, സെക്സിൽ ഏർപ്പെടാതെയും മാസ്റ്റർബേഷനിൽ ഏർപ്പെടാതെയും ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ലൈംഗിക ഊർജം അഥവാ സെക്ഷുവൽ എനർജി കൺസർവ് ചെയ്ത് ശബരിമലയിൽ വരണമെന്നാണ് തിയറി. ഇത് കുണ്ടലിനി യോഗം എന്നൊക്കെ പറയും. അതായത് ജെയിംസ് ബോണ്ടിന്റെ സിനിമയിലൊക്കെ റെഫറൻസ്, ചക്രം എന്നൊക്കെ കേട്ടുകയാണ്. അപ്പം കുണ്ടലിനി യോഗം 41 ദിവസം വ്രതം എടുക്കുമ്പം തിയറി അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാരം, നമ്മുടെ ബാക്കിൽ നിന്ന് സെക്ഷുവൽ എനർജി തലച്ചോറിലേക്ക് ഉയരും. അങ്ങനെ സമാധിയുടെ എക്സ്പീരിയൻസ് ഉണ്ടാകും. ഇതാണ് അതിന്റെ തിയറി. ഇത് വിവേകാനന്ദൻ രാജയോഗ പുസ്തകത്തിൽ ഈ പ്രാക്ടീസിനെ കുറിച്ച്, ശബരിമലയെ കുറിച്ചല്ല, ഈ പ്രാക്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം സുപ്രീം കോടതി കൊടുത്താൽ ഇത് നിങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ വിശ്വസിക്കുന്നതിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് നിലമുണ്ടാക്കരുത്.
ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ വിശ്വസിക്കുന്നവർ അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ജീവിതത്തിൽ ഒരു പള്ളിയിൽ പോലും കയറാത്ത, വിശ്വാസിയല്ലാത്ത, അമ്പലത്തിലും പള്ളി വിശ്വാസമില്ലാത്ത രഹന ഫാത്തിമ കയറാൻ നോക്കും, അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റ് ആയ വിശ്വാസി ഇല്ലാത്ത ബിന്ദു അമ്മണിയും കനകദുർഗയും കയറാൻ നോക്കും. അപ്പൊ അത് അലമ്പാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെയൊക്കെ നെഞ്ചി ചവിട്ടി. എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് താങ്കൾ അങ്ങനെ പറയുന്നത് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ഇവരെന്തായാലും ഞാൻ ഷാരിയോട് ചോദിക്കല്ല, ഈ രഹന ഫാത്തിമയോ കനകദുർഗയോ ബിന്ദു അമ്മണിയോ വിശ്വാസികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശ്വാസത്തെ നിങ്ങൾ എങ്ങനെ അളക്കും? വിശ്വാസം നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ലല്ലോ. ഇവർ വിശ്വാസികളാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അലമുണ്ടാക്കാൻ വന്നവരാ. അപ്പൊ അവിടെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെയൊക്കെ നെഞ്ചി ചവിട്ടിട്ടേ കയറൂ. നമ്മൾ 41 ദിവസം അവിടെ പ്രതിരോധിച്ചു. അത് അത്ഭുതമായിരുന്നു. ഉറപ്പിച്ച കേസാണ്, അയ്യപ്പനായിട്ട് ജയിപ്പിച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ നല്ല എല്ലാ വിശ്വാസങ്ങളോടും കൂടി അമ്പലങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്ന ഒരു യുവതി, അതായത് ഒരു 25-30 വയസ്സിൽ ഒരു 30 വയസ്സ് കൂട്ടാം പ്രായമുള്ള ഒരു വിവാഹിതയായ സ്ത്രീ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ? നല്ല ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അവരെന്തിലാ വിശ്വസിക്കുന്നത്? നൈഷ്ഠിക ബ്രഹ്മചാരിയായ തൽക്കാലം യുവതികളല്ല ഇവിടെ വരണ്ടേന്ന് പറഞ്ഞ അയ്യപ്പനെ വിശ്വസിച്ചാൽ പിന്നെ എങ്ങനെ പോകാൻ പറ്റും? ഇത് സുപ്രീം കോടതിയും ചോദിച്ച ചോദ്യമാണ്. ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന് പറഞ്ഞ മലയാളിയായ ജഡ്ജ് ഈ ആദിക്കുന്നതിനോട് ചോദിച്ചു, ഈ കഴിഞ്ഞ അത്രയും വർഷത്തെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നിയമങ്ങൾ തുടരുന്ന ഒരു നാടല്ല നമ്മളുടെ. ഒരുപാട് നിയമങ്ങൾ മാറ്റിയിട്ടില്ലേ? പണ്ട് വൈക്കം സത്യാഗ്രഹം നടത്തിയാണ് പാവപ്പെട്ടവരെ അകത്ത് കയറ്റിയത്, പിന്നോക്ക വിഭാഗങ്ങളെ അകത്ത് കയറ്റിയത്. അതൊരു മാറ്റമായിരുന്നു. അതിന് ഒരുപാട് പേര് അതിന്റെ പേരിൽ മരണപ്പെടുകയുണ്ട്. നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊരു മാറുമറക്കൽ സമരം തീർച്ചയായും ചാന്നാർ ലഹള ഭയങ്കര ഫേമസ് ആയ ലഹളയാണ്. കറക്റ്റ് പേരാണ്, പേര് പോലും അറിയില്ല. ചാന്നാർ ലഹള എന്നാണ്. മാറുമറക്കൽ സമരം പുരോഗമനമാണ്. പക്ഷെ മാറു തുറക്കൽ സമരം എന്ന് സോഷ്യൽ മീഡിയ നടത്തുന്ന ചില ആൾക്കാരുണ്ട്, കണ്ടു കാണും. ഫേസ്ബുക്കിലൊക്കെ മാറു തുറക്കൽ സമരം അങ്ങനെ ചെയ്തു. ഫേസ്ബുക്ക് ഒന്നും ദിവസം അയച്ച് പ്രൊമോട്ട് ചെയ്തില്ല. മാറു മറക്കൽ സമരം മഹത്തരമാണ്, പക്ഷെ മാറു തുറക്കൽ സമരം മഹത്തരമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കായിരുന്നാൽ. അപ്പൊ ഇത് ചരിത്രത്തിലെ നല്ല കാര്യങ്ങളെ എടുത്ത് അതിനെ കോപ്പി അടിച്ച് അതിന്റെ മിമിക്രി കാണിച്ച് മൈലേജ് ഉണ്ടാക്കാൻ നോക്കുന്നവരാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പം ഇന്ന് എന്റെ അഭിപ്രായത്തിൽ ഗുരുവായൂരിൽ എല്ലാ വിശ്വാസികളായ ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ എല്ലാം കേട്ടണം, യേശുദാസിനെ കേട്ടണം. എന്റെ വിശ്വാസം ഗുരുവായൂരിൽ എല്ലാ വിശ്വാസികളെയും കേട്ടണം. അതിന് വേണ്ടി പ്രവർത്തിച്ചുള്ളവരാണ്. എന്തായാലും ബ്രാഹ്മണനായ രാഹുൽ ഈശ്വറിനേക്കാൾ ഗുരുവായൂരപ്പൻ ഇഷ്ടം ക്രിസ്ത്യാനിയായ യേശുദാസിനെയാണെന്ന് കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കയറാൻ പറ്റില്ല. ക്രിസ്ത്യാനിയ പാട്ട് അല്ല, ഞാനാ പറഞ്ഞത്. ഗുരുവായൂരപ്പനെ പാടി ഉണർത്തുന്നത് യേശുദാസാണ്, ശബരിമല അയ്യപ്പനെ പാടി ഉറക്കുന്ന യേശുദാസാണ്. നമ്മൾ ദൈവങ്ങളെ തൊട്ടറിഞ്ഞത് രാജാരവിവർമ്മ ചിത്രങ്ങളിലൂടെയും യേശുദാസിന്റെ പാട്ടുകളിലൂടെയാണ്. അതാണ് അതിന്റെ സത്യം. ഹരിവരാസനം അടക്കം ഏറ്റവും ഭക്തി തോന്നുന്നത് യേശുദാസിന്റെ സൗണ്ടാണ്. അപ്പൊ യേശുദാസിനെ അടക്കമുള്ള വിശ്വാസികളായ ഒരു സർവ്വമത വിശ്വാസിയാണ് യേശുദാസ്. അദ്ദേഹത്തെ കേട്ടണമെന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്, ഇത് വലിയൊരു കാര്യമാണ്. ഇത് 1000 വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ ഒരു മുസ്ലിമായ വാവർക്ക് പ്രതിഷ്ഠയുണ്ട്, അവിടെ സർവ്വമത സാഹോദര്യമുണ്ട്. പക്ഷെ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രാക്ടീസ് ഉണ്ട്. ഇത് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് സുപ്രീം കോടതിയൊക്കെ വിളിക്കുന്ന കാര്യത്തിന്റെ ഉള്ളിൽ വരും. ഇതാണ് സാധനം. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം, അത് രസകരമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കേൾക്കേണ്ട കാര്യം. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അതായത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഈ പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് 2006-2007 ഞാൻ വിചാരിച്ചിരുന്നത് ശബരിമലയെ തകർക്കാൻ വേണ്ടി ഈ തീവ്ര ഇടതുപക്ഷക്കാരും തീവ്ര ഫെമിനിസ്റ്റുകളും ഗൂഢാലോചന നടത്തുന്നു എന്നാണ്. ഞാൻ അങ്ങനെയാണ് സത്യസന്ധമായിട്ട് വിചാരിച്ചത്. ഞാൻ അങ്ങനെ ബർഖാത്തിനോട് അടിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ തീവ്ര ഇടതുപക്ഷക്കാർ, മറ്റേ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്ര ലെഫ്റ്റിസ്റ്റുകളാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിച്ചത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല. അവർക്ക് നിലപാട് മാറണമെന്നുണ്ട്, ശബരിമല യുവതികൾ കയറണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ഗൂഢ അജണ്ടയൊന്നുമില്ല. അവർ പറയും പോകും. അപ്പൊ അവരല്ല. കാര്യം സുപ്രീം കോടതി കേസ് എടുത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര കാശികളുള്ളൊരു പരിപാടിയാണ്. ആരെങ്കിലും ഇത് സ്ഥിരം തെള്ളിക്കൊണ്ട് പോയാൽ ഏത് കേസും നടക്കും. അതാണ് സത്യം. അപ്പം ലെഫ്റ്റിസ്റ്റുകൾ ചാനലിൽ വരും, ബർഖാത്തൊക്കെ എന്നെ ചീത്ത വിളിക്കും, നീ ശരിയല്ലെന്ന് പറയും, ഞാൻ ശരിയല്ലെന്ന് പറയും. ഇവർ പോകും. അതിനപ്പുറം ഒന്നും അവർക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിന്റെ പിന്നിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അതായത് മുസ്ലിങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തെ താഴ്ത്തിക്കെട്ടി അവരുടേതായ താല്പര്യങ്ങൾ സ്ഥാപിക്കാനാണ്. കഷ്ടകാലത്തിന് നൌഷാദ് അഹമ്മദ് ഖാൻ എന്നുള്ളതായിരുന്നു ഈ കേസ് കൊടുത്ത സംഘടനയുടെ സെക്രട്ടറിയുടെ പേര്. അയാളെ എല്ലാവരും കൂടെ വിളിച്ച് ചീത്ത വിളിച്ചില്ലാതാക്കി. ഞാൻ പുള്ളിയോട് സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പം ഇത് മുസ്ലിങ്ങളുടെ ഗൂഢാലോചനയാണ് ശബരിമലയ്ക്കെതിരെ. ആദ്യം വിചാരിച്ചു ഇടതുപക്ഷക്കാരാണ്, രണ്ടാമത് വിചാരിച്ചു മുസ്ലിങ്ങളാണ്. കുറച്ചു കാലം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും അങ്ങനെ കാണുന്നില്ല. നമ്മൾ ആഴത്തിൽ പഠിക്കുമല്ലോ. ഞാനൊരു 10-14 വർഷം കേസ് നടത്തിയ ആളാണ്. പിന്നീട് എനിക്ക് തോന്നി ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബികൾ, സോണിയാഗാന്ധി, വത്തിക്കാൻ, ഇവരൊക്കെ പുറകിൽ നിന്ന് കളിച്ച് കോടിക്കണക്കിന് ഹിന്ദുക്കൾ വരുന്ന ശബരിമലയെ താത്തിക്കെട്ടാനും തകർക്കാനും ശ്രമിക്കുകയാണ്. ഇത് മൂന്നും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരോ അല്ല, മുസ്ലിങ്ങളല്ല, ഇതിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളല്ല. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയെ പോലെ തീവ്ര ബ്രാഹ്മണിക്കൽ വാദികളാണ്. അതിന്റെ റീസണും കൂടെ പറയുമ്പോഴാണ് കൺവിൻസ്ഡ് ആകുന്നത്. അവരുടെ പ്ലാൻ, അല്ലെങ്കിൽ എനിക്ക് ബഹുമാനം ഉണ്ടെങ്കിലും എതിരഭിപ്രായമുള്ള സുബ്രഹ്മണ്യ സ്വാമി, ഹാർവേർഡ് പ്രൊഫസറാണ്, നമ്മുടെ മുൻ നിയമമന്ത്രി കൂടിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ ഇതിന്റെ അജണ്ട തുറന്നു പറയുന്നുണ്ട്. ശബരിമലയിൽ നിങ്ങൾ സ്ത്രീകളെ കയറ്റുക, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുക.
യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന അതിലേക്ക് വരുന്നത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷ അജണ്ട നടപ്പാക്കാനുള്ള വളഞ്ഞ വഴി. എന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വീറ്റ് ഇപ്പോഴും ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് ശബരിമല വിധി, അതായത് പുള്ളി ഈ വിധി വന്നപ്പോൾ പുള്ളി തമിഴ് ബ്രാഹ്മണൻ കൂടിയാണ്. പുള്ളി എന്നിട്ട് ഇത് എന്ത് തരം പ്രാക്ടീസാണ്, ഇതൊക്കെ ആർക്കൈക് പ്രാക്ടീസാണ്, ഇതൊക്കെ മറ്റേ സ്റ്റോൺ ഏജിലെ പ്രാക്ടീസാണ്, മാറ്റണമെന്ന് അപമാനിക്കുന്ന രീതി, കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയില്ല, അപമാനിക്കുന്ന രീതി വരെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളി നിലപാട് മാറ്റിയതിന് ക്ഷമയൊക്കെ പറഞ്ഞു. പക്ഷേ അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ശബരിമലയിലേക്ക് യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റുക, ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് കാണിക്കുക, എന്നിട്ട് മുസ്ലിം പേഴ്സണൽ ലോ, ക്രിസ്ത്യൻ പേഴ്സണൽ ലോയെ ലംഘിച്ചുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക. ഇനി അതാണ് ഇതിന്റെ അജണ്ട. അതിന് യൂണിഫോം സിവിൽ കോഡ് തെറ്റാണോ ശരിയാണോ നമുക്ക് നോക്കാം. പക്ഷെ ഇതാണ് ഇതിന്റെ അജണ്ട. അതായത് യൂണിഫോം സിവിൽ കോഡിലേക്ക് ഒരു പാലം നിർമ്മിക്കാനായി ശബരിമലയെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ കേസിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ അഡ്വക്കേറ്റ്സ് പലരും, ബിജു എന്നൊക്കെയുള്ള എൻ്റെ അഡ്വക്കേറ്റ് 3-4 പ്രാവശ്യം കോടതിയോട് പറഞ്ഞു, സാർ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവിടെ വരുന്നുണ്ട്, ഞങ്ങൾ ഫോട്ടോ കൊണ്ട് കാണിച്ചു. മനഃപൂർവ്വം ആ പോയിന്റ് ഇഗ്നോർ ചെയ്യുക. കാര്യം അങ്ങനെ പറയുകയാണെങ്കിൽ ഗുമ്മില്ല. ഏത് ഗും എങ്ങനെ വേണം? ഇത് 5 അംഗ സുപ്രീം കോടതി ബെഞ്ചിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് കേട്ട ഒരു പക്ഷേ ബാർ അസോസിയേഷൻ എനിക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. ഞാൻ ലോയറായിട്ട് എൻറോൾ ചെയ്താൽ എന്തായാലും കുഴപ്പമില്ല, അയ്യപ്പ എന്നെ രക്ഷിക്കും. അതായത് ഇവർ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി വലിയൊരു മാറ്റം സംഭവിപ്പിച്ചു. ഇനിയും നമുക്ക് മുസ്ലിം സഹോദരിമാരെ രക്ഷിക്കാം, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാം. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നു. അതിനുവേണ്ടി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനൊരു പാത്ത. 2, ഇനി യൂണിഫോം സിവിൽ കോഡിന് എന്താണ് പ്രശ്നം? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ഏറ്റവും വലിയ മതേതരവാദിയായ നെഹ്റുജി യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ബാബാ സാഹേബ് അംബേദ്കർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്നതാണ്. ഞാൻ അടുത്ത മുഖ്യമന്ത്രിയായി കാണണമെന്ന് പറയുന്ന ശശി തരൂർ സാർ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. BJPയിലെ ഏറ്റവും മതസൗഹാർദ്ദ മുഖമായ ശ്രീധരൻപിള്ള അഡ്വക്കേറ്റ്, ഗവർണർ, ഗോവ ഗവർണർ, പുള്ളി യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്നത്. അബ്ദുൽ കലാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിമായ പ്രസിഡന്റും മുസ്ലിമായ പ്രസിഡന്റും അബ്ദുൽ കലാം യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ഞാനും ഒരു 10-15 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് വരെ യൂണിഫോം സിവിൽ കോഡിനെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു വരി കൂടെ എടുത്തു പറഞ്ഞാൽ ആ കോംപ്ലക്സ്, നേരത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് യൂണിഫോം സിവിൽ കോഡിന്റെ പ്രശ്നമെന്ന്, ആ പ്രശ്നത്തിലേക്ക് അതിലേക്ക് വരാം. കാര്യം ഇതാണ് ഇതിന്റെ സോൾ. ഇന്ത്യയിലെ ഒരു ചാനലുകളിലും ചർച്ച ചെയ്യാത്ത ഏറ്റവും ആഴമേറിയ സോൾ ഇതാണ്. ഈ സോൾ പറയുമ്പോൾ നിങ്ങൾക്ക് കത്തും, പറയുന്നവരെ കത്തില്ല. ഞാനും യൂണിഫോം സിവിൽ കോഡ് ശരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച വ്യക്തിയാണ്. അപ്പോഴാണ് ഞാൻ RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഏറ്റവും വലിയ ഗുരുജിയായ ഗുരുജി ഗോൾവാൾക്കറെ വായിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, ഞാൻ അടുത്തത് പറയുന്നത് വെർബാറ്റിം കോട്ട് ചെയ്യുന്നതാണ്. അതായത് കുത്തുകോമ പോലും എൻ്റെ ഇന്നില്ല. ഗുരുജി ഗോൾവാൾക്കർ പറയുന്നു, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. നമുക്ക് വേണ്ടത് യൂണിഫോർമിറ്റി അല്ല, യൂണിറ്റിയാണ്. നമുക്ക് വേണ്ടത് ഏകത അല്ല, ഐക്യമാണ്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നല്ല, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ളതാണ് സത്യം. ആ വരി എൻ്റെ വ്യാഖ്യാനമാണ്. നമുക്ക് വേണ്ടത് യൂണിഫോമിറ്റി അല്ല, യൂണിറ്റിയാണ്. അപ്പൊ അടുത്ത വരിയാണ് പ്രധാനം. അപ്പം ഇത് പറയുന്ന KR മൽക്കാനി എന്നാണ് പുള്ളിയുടെ പേര്, വലിയ അറസ്റ്റുകാരനാണ്. KR മൽക്കാനി ഗുരുജിയോട് ചോദിക്കുന്നു, ഗുരുജി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ യൂണിഫോം സിവിൽ കോഡ്, എന്താ എതിർപ്പം? ഗുരുജി അടുത്ത പറയുകയാണ്, നമ്മുടെ ഇടയിലെ ചില ആൾക്കാർ മുസ്ലിങ്ങൾ 4 കെട്ടി അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റായ ധാരണയുള്ളവരാണ്. അവരാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള വളഞ്ഞ വഴിയാണ് യൂണിഫോം സിവിൽ കോഡ്. ആ വളഞ്ഞ വഴിയായ യൂണിഫോം സിവിൽ കോഡിനെ എടുക്കാൻ വേണ്ടിയാണ് ശബരിമല വിധി കൊണ്ടുവന്നത്. ഇനി 2, മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നുമില്ല, ഹിന്ദു ജനസംഖ്യ ക്രമാതീതമായി കുറയുന്നുണ്ട്, പക്ഷേ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നുമില്ല. നമ്മുടെ വിഷയം വരെയാണെങ്കിലും ഒരു 10 സെക്കൻഡ്സ് കൺക്ലൂഷൻ പറഞ്ഞാൽ, ഇത്രയും ആഴമേറിയ തലങ്ങളിൽ നിന്ന് സുപ്രീം കോടതിയിലെ അടക്കം ആൾക്കാർ ഷാഡോ ബോക്സ് ചെയ്യുകയാണ്. ഷാഡോ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാനാണ്, നമ്മൾ നമ്മുടെ ഗേൾഫ്രണ്ടും നമ്മൾ നമ്മുടെ ബോയ് ഫ്രണ്ടും മനസ്സിലൊന്ന് വെച്ചിട്ട് വേറെ കാര്യം പറഞ്ഞ് അടികൂടുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? നിഴൽ യുദ്ധം. കറക്റ്റ് അതാണ് ഷാഡോ ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ. നിഴൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഗേൾഫ്രണ്ടും മനസ്സിൽ എന്തെങ്കിലും ഒരു ചൊറി കാണും. ചിലപ്പോൾ അവൾ ആരോടെങ്കിലും കാര്യമായിട്ട് സംസാരിച്ചതിനോ അവൾ ഫ്ലേർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം കാണും. പക്ഷേ ഞാൻ അത് പറയില്ല, നീ എന്തിനാ ഇത് ചെയ്തേ എന്ന് പറഞ്ഞാൽ അവളോട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ അടികൂടും. അല്ലെങ്കിൽ ഗേൾഫ്രണ്ട് തിരിച്ച് എന്നോട് ഇയാൾ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ ഫോൺ വരുന്നത് എൻ്റെ ഗേൾഫ്രണ്ട് കണ്ടു കാണും. അവളുടെ മനസ്സിൽ കിടക്കുന്നത് വേറൊന്നാണ്, പക്ഷെ അവൾ വെളിയിൽ പറയുമ്പോൾ നിങ്ങൾ എന്താ താമസം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഷാഡോ ബോക്സിംഗ്, നിഴൽ യുദ്ധം എന്ന് പറയുന്നത്. ഈ നിഴൽ യുദ്ധമാണ് ശബരിമലയിൽ നടന്നത്. ഇത് പറയാൻ നമ്മുടെ നാട്ടിൽ അധികമാരും ധൈര്യം കാണിച്ചിട്ടില്ല. ഒരാളും കൂടെ ധൈര്യം കാണിച്ചിട്ടുള്ളൂ, അത് കോൺഗ്രസിന്റെ മുൻ വലിയ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം സിവിൽ കോഡിന്റെ കളമൊരുക്കലായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമല. അപ്പൊ ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. അത് സ്ത്രീകളുടെ പ്രശ്നമൊന്നുമല്ല. അതായത് അതിന് യാതൊരു തരത്തിലും സ്ത്രീകളുടെ മുന്നോക്കമോ പുരോഗമനമോ ഒന്നുമില്ല. മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടി ഉണ്ടാക്കണം. ആ വടിയുടെ പേരാണ് യൂണിഫോം സിവിൽ കോഡ്. ആ വടിയുടെ മറയാണ്, ആ വടിക്ക് മേളിൽ കെട്ടുന്ന ഗ്ലിറ്ററാണ് ശബരിമല കേസ്.